ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ശാലോം ടെലിവിഷൻ്റെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ശാലോം ടെലിവിഷനിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ത് എന്നതിനെ പറ്റിയാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിലെ പരമപ്രധാനമായ കാര്യം എന്താണ്? അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ മറുപടി പറയാൻ പറ്റിയാൽ ഇതാണ് എൻ്റെ ഉത്തരം: യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും സർവ കഴിവുകളോടും കൂടെ സ്നേഹിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു മനുഷ്യൻ അവന് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അവൻ ദൈവത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ ദൈവത്തെ അവൻ സ്നേഹിക്കുക എന്നുള്ളതാണ്. കർത്താവ് പത്രോസിനോട് സ്വർഗം വിട്ടു പോകുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ്, വലിയ അധികാരമൊക്കെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. യോനായുടെ പുത്രനായ ശിമിയോനെ, നിനക്ക് മാർപ്പാപ്പിയായിട്ട് സഭയെ ഭരിക്കാൻ പറ്റുമോ എന്നല്ല ചോദിക്കുന്നത്. പത്രോസേ, നിനക്ക് രക്തസാക്ഷിയാകാനുള്ള ധൈര്യം ഉണ്ടോടാ എന്നല്ല ചോദിക്കുന്നത്. എടാ പത്രോസേ, നിനക്ക് ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രസംഗിക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ടവർ, ഇതൊന്നുമല്ല കർത്താവ് ചോദിക്കുന്നത്. കർത്താവ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വിട്ടുകളഞ്ഞിട്ട് ചോദിക്കുന്നത് വേറൊരു കാര്യമാണ്. യോനയുടെ പുത്രനായ ശിമിയോനെ, നീ എന്നെ എല്ലാവരെക്കാൾ അധികമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ? ചങ്ക് പൊട്ടിക്കൊണ്ട് പത്രോസ് പറയുകയാണ്, കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ആടുകളെ മേയ്ക്കുക. അതായത് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുന്നു, ദൈവരാജ്യത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നു. അത് ചെറുതായിരിക്കാം വലുതായിരിക്കാം. ദൈവത്തെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് ദൈവം നമ്മളെ എവിടെയെങ്കിലും കൊണ്ടുപോയി ആക്കുന്നു. ഇത് വലിയ ഒരു രഹസ്യമാണ്. വീണ്ടും പത്രോസിനോട് കർത്താവ് ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നു? ഉവ്വ് കർത്താവ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറയും. വീണ്ടും കർത്താവ് ചോദിക്കുകയാണ്. ഇന്ന് നമ്മളോടാണ് ഈ ചോദ്യം കർത്താവ് ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് വചനം തിരുവചന ശുശ്രൂഷയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്, ഈശോയെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചാൽ അത് എന്തിലേക്കായിരിക്കും നമ്മളെ നയിക്കുന്നത്? ഒന്നാമത്, നമ്മൾ യേശുവിനെ ഏറ്റവും അധികമായിട്ട് സ്നേഹിച്ചാൽ അത് ദൈവവചനത്തോടുള്ള അനുസരണത്തിലേക്ക് നമ്മളെ തീർച്ചയായിട്ടും കൊണ്ടുപോകും. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും, അല്ലെങ്കിൽ എൻ്റെ വചനം നിങ്ങൾ അനുസരിക്കും. ഞാൻ ഈ പറയുന്നതിന് ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്ക് പലപ്പോഴും പറ്റാവുന്ന ഒരു മണ്ടത്തരം എന്ന് പറയുന്നത്, നമ്മൾ ദൈവത്തിന് മുമ്പിൽ ചെന്നിട്ട് പറയാണ്, ദൈവമേ, ഞാൻ ഇന്ന് തൊട്ട് മുഴുവൻ കാര്യങ്ങളും അനുസരിക്കും കേട്ടോ, ഞാൻ പാപം ചെയ്യത്തില്ല. നമ്മൾ കുമ്പസാരക്കൂട്ടി പറയാറുണ്ട്, ഇനി ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത്. അത് കള്ളം പറയുന്നതാണ്. കാരണം അത് യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇന്ന് പലരും ജീവിച്ചിരിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, ഉറപ്പാണൊരു കാര്യം, നമ്മൾ പലപ്പോഴും നല്ല മനസ്സോടെ തന്നെയാണ് പറയുന്നത്, കർത്താവേ, ഇന്ന് തൊട്ട് ഞാൻ നിൻ്റെ എല്ലാ കൽപ്പനകളും അനുസരിക്കും. പക്ഷേ നമുക്കൊരിക്കലും അത് സാധിക്കുന്നില്ല. നമ്മൾ വീണ്ടും പരാജയപ്പെട്ടു പോകുന്നു. പക്ഷെ കർത്താവ് പറഞ്ഞത് അങ്ങനെയല്ല. കർത്താവ് പറഞ്ഞതാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. ഈശോ കൽപ്പന പാലിക്കാനല്ല പറഞ്ഞത്, ഈശോ പറഞ്ഞത് ഈശോയെ സ്നേഹിക്കാനാണ്. ഇതാണ് അതിൻ്റെ ടെക്നിക്ക്, ഇതാണ് അതിൻ്റെ രഹസ്യം. നമ്മൾ കർത്താവെന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ പാഷനേറ്റ് ആയിട്ട് സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, ഒരു യുവതി ഒരു യുവാവിനെ സ്നേഹിക്കുന്നത് പോലെ, അവനെ അല്ലാതെ ഞാൻ ആരെയും കല്യാണം കഴിക്കത്തില്ല. ഒരു യുവാവ് ഒരു യുവതിയെ സ്നേഹിച്ചിട്ട് പറയാണ്, ഈ പെൺകുട്ടി അല്ലാതെ വേറെ ആരെയും എനിക്ക് ജീവിത പങ്കാളിയായിട്ട് വേണ്ട. പ്രിയപ്പെട്ടവർ, ഇതുപോലെ യേശുവിനെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, യേശു അല്ലാതെ പാപത്തെ എനിക്ക് വേണ്ട, യേശുവിനെ അല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരികയും നമ്മൾ പോലും അറിയാതെ വചനത്തിൻ്റെ അനുസരണത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടുകയും ചെയ്യും. നിങ്ങൾ ഇന്ന് വചനം തിരുവചനം കേട്ടതിന് ശേഷം തീരുമാനിക്കുക, കർത്താവിനെ ഞാൻ സ്നേഹിക്കും. എന്നിട്ട് കർത്താവിനെ നിങ്ങൾ സ്നേഹിച്ചു തുടങ്ങുക. ലോർഡ് ജീസസ്, ഐ ലവ് യു എന്ന് പറയുക. കർത്താവെ, ഞാൻ നിന്നെ ചുംബിക്കുന്നു എന്ന് പറയുക. കർത്താവെ, ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു എന്ന് പറയുക. ആരും കാണാതെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഈശോയ്ക്ക് നല്ല ചുംബനങ്ങൾ കൊടുക്കുക. ഈശോയെ സ്നേഹിക്കുന്നു എന്ന് പറയുക. ഈശോയോട് നല്ലൊരു സ്നേഹബന്ധത്തിലേക്ക് വരിക. പതുക്കെ 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 നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ മാറ്റം വരികയും വചനത്തിൻ്റെ അനുസരണം നമ്മിൽ സംഭവിക്കുകയും ചെയ്യും.
അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ അനുസരിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞാൻ എന്നെ തന്നെ അവന് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അടുത്ത കാര്യവും സംഭവിക്കുകയാണ്. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഒരു അനുസരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. നമ്മൾ പോലും അറിയാതെ നമ്മൾ ക്ഷമിക്കുന്നു. നമ്മൾ പോലും അറിയാതെ നമ്മൾ എല്ലാവർക്കും വിട്ടുകൊടുക്കുന്നു. നമ്മൾ ബഹളം വയ്ക്കാൻ പോകുന്നില്ല. നമ്മൾ തോറ്റു കൊടുക്കാൻ തയ്യാറാകുന്നു. നമ്മുടെ കുടുംബത്തിൽ സമാധാനം വരുന്നു. നമ്മൾ പോലും അറിയാതെ നമ്മുടെ സംസാരം മാറുന്നു. കാരണം നമ്മുടെ ഉള്ളിൽ എപ്പോഴും കർത്താവാണ്. ദാറ്റ് പാഷനേറ്റ് ലവ് ഫോർ ജീസസ്, യേശുവിനോടുള്ള വലിയ സ്നേഹം, അത് നമ്മളിൽ ഒരു അഗ്നി പോലെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അകത്തെ ജഡിക പ്രവണതകൾ നമ്മൾ പോലും അറിയാതെ അവസാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കണ്ടിട്ടില്ലേ, സ്നേഹിക്കുന്ന ഒരു ഭാര്യ, ഭർത്താവിനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു ഭാര്യയ്ക്ക് മീൻകറി ഭയങ്കര ഇഷ്ടമാണ്. ഭർത്താവിനാണെങ്കിൽ മീൻകറി ഒട്ടുമേ ഇഷ്ടമല്ല എന്ന് വിചാരിക്കുക. ഭാര്യയ്ക്ക് ഭർത്താവിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്ത് പറ്റുന്നറിയാമോ? ഭർത്താവിനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഭാര്യ അവളുടെ സ്നേഹത്തിൻ്റെ കൂടുതൽ മൂലം അവൾ പോലും അറിയാതെ മീൻകറി മാറ്റി വെച്ചിട്ട് ഭർത്താവിന് ഇഷ്ടമുള്ള സാമ്പാർ ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ്. ഇത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ബലം പിടുത്തമില്ലാതെ സ്നേഹത്താൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇതുപോലെയാണ് ക്രിസ്തീയ ജീവിതം. നമുക്ക് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യേശുവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. യേശുവിൻ്റെ അടുത്ത് സമയം ചെലവഴിച്ച്, യേശുവിനോട് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിരുന്ന്, യേശുവിനെ ആരാധിച്ച്, ചെറിയ രീതിയിൽ പാട്ടൊക്കെ പാടി, യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ യേശുവിനോട് കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വചനത്തിൻ്റെ അനുസരണം വരികയും തീർന്നില്ല. യേശു പറഞ്ഞു, ഞാൻ എന്നെ തന്നെ അവന് വെളിപ്പെടുത്തി കൊടുക്കുമെന്ന് പറഞ്ഞാൽ ദൈവാനുഭവങ്ങൾ ഉണ്ടാകും. സാധാരണ മനുഷ്യർക്ക് കിട്ടാത്ത ദൈവാനുഭവം യേശു തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവന് ഞാൻ എന്നെ വെളിപ്പെടുത്തി കൊടുക്കും, അവന് ഞാൻ അനുഭവങ്ങൾ കൊടുക്കും, ഞാൻ ജീവിക്കുന്നവനായി അവന് കാണിച്ചു കൊടുക്കും, പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ അനുഭവങ്ങൾ ഞാൻ അവന് കൊടുക്കും. ലോക മനുഷ്യരുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത അനുഭവങ്ങളുടെ തലത്തിലേക്ക് ഞാൻ അവനെ കൊണ്ടുപോകും. വേണ്ടി വന്നാൽ ഞാൻ ദർശനങ്ങൾ കാണിക്കും, വേണ്ടി വന്നാൽ ഞാൻ കാറ്റുപോലെ അഭിഷേകമായിട്ട് കടന്നു വരും. നമ്മൾ പഴയ നിയമത്തിൽ കാണുന്ന എല്ലാ അനുഭവങ്ങളും, പുതിയ നിയമത്തിൽ കാണുന്ന എല്ലാ അനുഭവങ്ങളും യേശു ക്രിസ്തു തന്നെ സ്നേഹിച്ചവർക്ക് കൊടുത്തതാണ്. പ്രിയപ്പെട്ടവരെ, യേശു പുതിയ നിയമത്തിൽ വാക്ക് പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നവന് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ യേശു പറയാണ്, എന്നെ സ്നേഹിക്കുന്നവന് എൻ്റെ പിതാവ് സ്നേഹിക്കും, ഞാനും എൻ്റെ പിതാവും അവനിൽ വന്ന് വാസമുറപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ! ഇത് വളരെ മനോഹരമായൊരു വചനമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ വന്ന് വാസമുറപ്പിക്കുമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ തേജസ് അവനെ പൊതിയുമെന്നാണ് അർത്ഥം. ദൈവത്തിൻ്റെ മഹത്വം അവനിൽ വരുമെന്നാണ്. ദൈവത്തിൻ്റെ ഗ്ലോറിയസ് പ്രസൻസ്, ദൈവത്തിൻ്റെ വലിയ മഹത്വം ആ വ്യക്തിയെ മൂടും. നിങ്ങൾ ചില വ്യക്തികളെ കണ്ടിട്ടില്ലേ, തേജസ് വന്ന് മൂടിയിരിക്കുന്നത് കാണാൻ പറ്റും. കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നതനുസരിച്ച് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവനിൽ വന്ന് നിറഞ്ഞ് ദൈവത്തിൻ്റെ തേജസ്സും ദൈവത്തിൻ്റെ മഹത്വവും വെളിപ്പെടുത്തി കൊടുത്ത് അവനിൽ വാസമുറപ്പിക്കുമെന്നാണ് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർപ്പിച്ചിരിക്കുന്നത്. ഞാൻ വളരെ ചുരുക്കി പറയാം, ഈശോയെ സ്നേഹിക്കുക. നിങ്ങൾക്കറിയാമോ, മഗ്ദല മറിയം ജഡത്തിൻ്റെ വ്യക്തിയായിരുന്നു. ജഡത്തിൻ്റെ അടിമയായിട്ട് ജീവിച്ച മോളാണ്. ഇന്ന് നമ്മളാണെ പറയും, ഇങ്ങനെ ജീവിക്കുന്നൊരു വ്യക്തിക്ക് ഒരുപാട് ധ്യാനം കൂടേണ്ടി വരും, ഒരു 500 ധ്യാനമെങ്കിലും കൂടിയാലേ ഇച്ചിരി വിശുദ്ധി കിട്ടത്തുള്ളൂ. പക്ഷേ പ്രിയപ്പെട്ടവരെ, മഗ്ദല മറിയം ചെയ്ത ഏക കാര്യം, അവൾ വലിയ തിയറിയുടെ ഒന്നും പുറകെ പോയില്ല. അവൾ ഒരുപാട് ഫിലോസഫിയും തിയോളജിയുടെ പുറകെ ഒന്നും പോയില്ല. അവൾ ആകെ ചെയ്തത് അവളുടെ ഒരു തിയോളജി. അതെന്താണ്? അവൾ യേശുവിനെ വട്ടുപിടിച്ച് സ്നേഹിച്ചു എന്നുള്ളതാണ്. യേശുവിനെ അവൾ ഭ്രാന്തമായിട്ട് സ്നേഹിച്ചു. ദൈവപുത്രനെ അവൾ ഒരുപാട് സ്നേഹിച്ചു. മറ്റാർക്കും കൊടുക്കാത്തൊരു സ്നേഹം കൊടുത്തു. ഈ സ്നേഹമാണ് മഗ്ദല മറിയത്തെ അൾത്താരയിലെ വണക്കത്തിന് യോഗ്യമാക്കത്തക്കവണ്ണം അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ഇന്നും രഹസ്യം ഇത് തന്നെയാണ്. ഒന്നുകൂടെ ഞാൻ വ്യക്തമായിട്ട് പറയാം, വചനം അനുസരിച്ച് യേശുവിനെ സ്നേഹിക്കാൻ പോകരുത്. പകരം യേശുവിനെ സ്നേഹിച്ചുകൊണ്ട് വചനത്തിൻ്റെ അനുസരണത്തിലേക്ക് തനിയെ പോകാൻ നോക്കുക. യേശുവിനെ സ്നേഹിക്കുക എന്നതിന് പ്രാധാന്യം കൊടുക്കുക. എല്ലാ കുറവുകളോടും കൂടെ സ്നേഹിക്കുക. യേശുവേ, നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന് പറയുക. യേശുവേ, നീ എൻ്റെ ജീവനാണെന്ന് പറയുക. പതുക്കെ പതുക്കെ നിങ്ങൾ കാണും, നിങ്ങൾ വചനം അനുസരിക്കാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുന്നു, അനുസരണം നിങ്ങളിൽ സംഭവിക്കുന്നു. നിങ്ങളത് അറിയുന്നില്ല, പക്ഷേ വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലാവുന്നു, മോന് വലിയ മാറ്റ. അപ്പനും അമ്മയും കൂടെ പറയും, മോൾക്ക് വലിയ മാറ്റ, അവൾക്ക് ഈശോയോട് വലിയ സ്നേഹ. പ്രിയപ്പെട്ടവരെ, തനിയെ സംഭവിക്കുകയാണ്. സത്യത്തിൽ ഇതൊരു വലിയ രഹസ്യമാണ്. ഈശോ പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിച്ചാൽ മതി, ബാക്കിയെല്ലാം വന്നോളും, പുറകെ വന്നോളും.
കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകത്തില്ല. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ പിന്തുടരും. നമ്മൾ ഇടയൻ്റെ പിന്നാലെ പോകുമ്പോൾ ബാക്കിയെല്ലാം നമ്മുടെ പുറകെ വരുമെന്നാണ് പറയുന്നത്. നമ്മൾ ഈശോയുടെ പുറകെ പോകുമ്പോൾ അനുസരണം പുറകെ വന്നുകൊള്ളും. അതുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുക എന്ന് പറയുന്ന ആ വലിയ രഹസ്യം, അപ്പോസ്തലന്മാർ പഠിച്ചിരുന്ന രഹസ്യം, നമ്മളത് ചെയ്തു കഴിയുമ്പോൾ ഇന്നലെ വരെ അനുസരിക്കാൻ പറ്റാതിരുന്ന പലതും നമ്മുടെ ജീവിതത്തിൽ അനുസരണമായി ഒഴുകി വരുന്നത് കാണും. പ്രിയപ്പെട്ടവരെ, പാപത്തിൽ കിടക്കുമ്പോഴും ഈശോയോട് പറയുക, ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. 3-ാം പ്രാവശ്യം പത്രോസിനോട് ഈശോ ചോദിക്കുന്നുണ്ട്, നീ എന്നെ ഏറ്റവും അധികമായിട്ട് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് വിങ്ങിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, കർത്താവേ അങ്ങെല്ലാം അറിയുന്നുണ്ട്, എങ്കിലും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? എൻ്റെ കുറവുകൾ അങ്ങ് അറിയുന്നുണ്ട്, എൻ്റെ ബലഹീനതകൾ അങ്ങ് അറിയുന്നുണ്ട്, എൻ്റെ തള്ളിപ്പറയുന്ന സ്വഭാവം അങ്ങ് അറിയുന്നുണ്ട്, വാളെടുത്ത് വെട്ടുന്ന കോപ സ്വഭാവം അങ്ങ് അറിയുന്നുണ്ട്, എൻ്റെ എല്ലാ വീക്ക്നെസ്സുകളും അങ്ങ് അറിയുന്നുണ്ട്, എൻ്റെ എല്ലാ ബന്ധനങ്ങളും കുറവുകളും എനിക്കൊന്നുമില്ല എന്നുള്ള കാര്യം അങ്ങ് അറിയുന്നുണ്ട്, ഞാനൊരു ചൂടനാണെന്നങ്ങ് അറിയുന്നുണ്ട്, ഞാൻ ദേഷ്യമുള്ളവനാണെന്ന് അറിയുന്നുണ്ട്. പട്ടാളക്കാർ നിൽക്കുമ്പോൾ ഒരു വിഡ്ഢിയെപ്പോലെ അവരെല്ലാവരുടെയും കയ്യിൽ വാളുണ്ടായിട്ടും ഒരുത്തൻ്റെ ചെവിക്കിട്ട് വെട്ടി എന്നെ അങ്ങ് അറിയുന്നുണ്ട്. എങ്കിലും കർത്താവേ എൻ്റെ കുറവുകളോടുകൂടി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഈശോ പറഞ്ഞു, അത് മതിയടാ മോനെ, അതും മതി എനിക്ക്. നിന്റെ കുറവെല്ലാം മാറ്റി വെച്ചിട്ടല്ല നീ എൻ്റെ പുറകെ വരേണ്ടത്. നിന്റെ കുറവുകളോടുകൂടി തന്നെ നീ എന്നെ സ്നേഹിക്കുമ്പോൾ നിന്റെ കുറവുകളെ മാറ്റുന്ന നാഥനായി ഞാൻ നിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചോളാം. അത് തന്നെയാണ് സംഭവിക്കുന്നത്. പത്രോസ് പോലും അറിയാതെ പത്രോസിനെ കർത്താവ് എടുത്ത് മാറ്റുകയാണ്. പ്രിയപ്പെട്ടവരെ, മീൻപിടുത്തക്കാരനായ ഒരു മനുഷ്യൻ, സ്കൂളിൽ പോയിട്ടില്ലാത്തൊരു മനുഷ്യൻ, സഭയുടെ തലവനായി നിന്നുകൊണ്ട് വലിയ വിദ്യാഭ്യാസമുള്ള പൗലോസിനെ പോലും നയിക്കുന്ന കാഴ്ച, ഉന്നത വിദ്യാഭ്യാസമുള്ളവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന കാഴ്ച, നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന കാഴ്ച, സഭയിൽ തർക്കമുണ്ടാകുമ്പോൾ ബുദ്ധിമാന്മാർ കിടന്ന് ബഹളം വയ്ക്കുമ്പോൾ മുക്കുവനായ പത്രോസ് എഴുന്നേറ്റ് നിന്ന് അതിൻ്റെ കൃത്യമായ ഉത്തരം കൊടുക്കുമ്പോൾ എല്ലാവരും ശാന്തമാകുന്ന കാഴ്ച എങ്ങനെയാണ് സംഭവിച്ചത്? രഹസ്യം ഇതാണ്. യോനാടെ പുത്രനായ ശിമിയോനെ, നീ എന്നെ അധികമായി സ്നേഹിക്കുന്നുവോ? ഉവ്വ് കർത്താവേ എന്ന് പറഞ്ഞ മറുപടി. ഇത് വായിച്ചപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഓരോ പ്രഭാതത്തിലും ഈശോ സ്വർഗത്ത് പോയതിന് ശേഷവും പത്രോസ് പ്രാർത്ഥിക്കാനായിട്ട് എഴുന്നേൽക്കുമ്പോൾ പത്രോസ് ഈ ശബ്ദം എന്നും കേൾക്കുമായിരുന്നു, യോനായുടെ പുത്രനായ ശിമിയോനെ, നീ എന്നെ ഏറ്റവും അധികമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ? ഇത് അവൻ്റെ മരണം വരെ അവൻ കേട്ടിരുന്നു. എല്ലാ ദിവസവും അവൻ അതിന് ഉത്തരം കൊടുത്തിരുന്നു, ലോർഡ് ഐ ലവ് യു മോർ ദാൻ എനിത്തിങ് ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിലുള്ള എല്ലാത്തിനേക്കാൾ അധികമായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന് എല്ലാ ദിവസവും പ്രഭാതത്തിൽ പത്രോസ് കർത്താവിനോട് പറഞ്ഞിരുന്നു. പ്രിയപ്പെട്ടവരെ, അത് പത്രോസിനെ മാറ്റുക തന്നെ ചെയ്തു. 2, നമ്മൾ യേശുവിനെ സ്നേഹിക്കുമ്പോൾ നമ്മൾ വിശുദ്ധരായിത്തീരുന്നു. 1 പത്രോസ് 1:15 പറയുന്നു, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരാണ്. പലപ്പോഴും ധ്യാന സമയത്ത് ചെറുപ്പക്കാർ വന്നിട്ട് പറയാറുണ്ട്, എൻ്റെ പൊന്ന് ജോൺ ചേട്ടാ, എങ്ങനെ നോക്കിയിട്ടും വിശുദ്ധരാകാൻ പറ്റുന്നില്ല. ഞാൻ പറയും, വളരെ സിമ്പിളാണ് മക്കളെ. അയ്യോ സിമ്പിളാന്ന് മാത്രം പറയരുത്. പക്ഷേ സത്യം അതാണ് പ്രിയപ്പെട്ടവരെ. ഒരു മുട്ടുസൂചി ഒരു കാന്തത്തെ സ്നേഹിച്ചുകൊണ്ട്, ഒരു മുട്ടുസൂചി ഒരു മാഗ്നറ്റിനെ സ്നേഹിച്ചുകൊണ്ട് ആ കാന്തത്തെ കെട്ടിപ്പിടിച്ചിരിക്കാൻ, ആ കാന്തത്തോട് ഒട്ടി നിൽക്കാൻ, ആ കാന്തത്തെ ആലിംഗനം ചെയ്ത് പിടിച്ചുകൊണ്ട് നിൽക്കാൻ ആ മുട്ടുസൂചി തീരുമാനിക്കുന്നു എന്ന് വിചാരിക്കുക. ആ മുട്ടുസൂചി പതുക്കെ പതുക്കെ ചെന്ന് ആ കാന്തത്തോട് ഒട്ടി അങ്ങ് നിൽക്കുകയാണ്. എന്നിട്ട് കാന്തത്തോട് പറയാണ്, കാന്തമേ ഐ ലവ് യു കേട്ടോ, ഞാൻ കാന്തത്തെ സ്നേഹിക്കുന്നു കേട്ടോ, എനിക്ക് കാന്തത്തിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കണം, എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല കേട്ടോ, ഞാനൊരു പാവം തുരുമ്പ് പിടിച്ച മുട്ടുസൂചിയാണ്, പക്ഷേ എനിക്ക് കാന്തത്തെ വലിയ ഇഷ്ടമാണ്. എന്നിട്ട് കാന്തത്തോടൊപ്പം നിൽക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, 2 ദിവസം കഴിഞ്ഞ് നമ്മൾ ഈ മുട്ടുസൂചിയെ കാന്തത്തിൽ നിന്ന് വേർപെടുത്തി കഴിയുമ്പോൾ നമ്മൾ ഒരു കാഴ്ച കണ്ടു. 3 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ കാന്തത്തിൻ്റെ അടുത്ത് കൊണ്ടുവച്ച മുട്ടുസൂചി അല്ല ഇത്, പകരം അത് മറ്റൊരു കാന്തമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് മറ്റൊരു കാന്തമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ മുട്ടുസൂചി എന്താ ചെയ്തത്? തലകുത്തി നിന്നോ? മുട്ടുസൂചി ഉപവാസം എടുത്തോ? മുട്ടുസൂചി തലകുത്തി നിന്ന് 25 മണിക്കൂർ നേരം കൈയും കാലുട്ടടിച്ച് പ്രാർത്ഥിച്ചോ? മുട്ടുസൂചി പച്ചവെള്ളം കുടിക്കാതെ 70 ദിവസം ജീവിച്ചോ? ഒന്നും ചെയ്തില്ല. മുട്ടുസൂചി ഒറ്റ കാര്യം ചെയ്തുള്ളൂ, കാന്തമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് കാന്തത്തിൻ്റെ അടുത്ത് പോയി ഒട്ടിപ്പിടിച്ചിരുന്നു. മുട്ടുസൂചി പോലും അറിയാതെ മുട്ടുസൂചി കാന്തമായി മാറി. ഇതുപോലെ ഈശോ നമ്മളോട് പറയുകയാണ്, എന്നെ നിങ്ങൾ സ്നേഹിക്കുമെങ്കിൽ നിങ്ങൾ താനെ വിശുദ്ധരായിത്തീരും. ഒരു കരിക്കട്ടയെ തീടകത്ത് കൊണ്ടുപോയി 2 മണിക്കൂർ സമയം വച്ചിട്ട് ആ കരിക്കട്ടയെ പുറത്തെടുക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. നമ്മൾ അതിൻ്റെ അകത്ത് കൊണ്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ നിറം കാട്ടക്കരിയുടെ നിറം.
ഇപ്പം 2 മണിക്കൂർ കഴിഞ്ഞ് പുറത്തെടുത്തപ്പോൾ ചുവന്ന് തുടുത്ത് തീ കത്തിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ പൊന്ന് കട്ടക്കരി, നിനക്ക് 2 മണിക്കൂർ കൊണ്ട് എന്താ സംഭവിച്ചത്? നീ എന്താ ചെയ്തത്? ഞാനൊന്നും ചെയ്തില്ല ചേട്ടാ. ഞാൻ തീയെ സ്നേഹിച്ചുകൊണ്ട് തീയെ പിടിച്ച് ഒട്ടിപ്പിടിച്ചിരുന്നു. തീയോട് ഞാൻ ചേർന്നിരുന്നു. ഞാൻ പോലും അറിയാതെ ഞാനൊരു തീക്കട്ടയായി മാറി. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപത്തിൻ്റെ കരിക്കട്ടകളായ നമുക്കൊന്നും ചെയ്യാനാവില്ല. യേശുവെ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് യേശുവിനോട് ഒട്ടി നിൽക്കുമ്പോൾ ആ തീക്കട്ടയിൽ നിന്നും തീ കടന്നു വന്ന് നമ്മൾ പോലും അറിയാതെ നമ്മൾ വിശുദ്ധരായിത്തീരുന്നു. വിശുദ്ധി ദൈവത്തിൻ്റെ ദാനമാണ്. ധൂർത്തപുത്രൻ പന്നിക്കൂട്ടിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ വീട്ടിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് അവൻ്റെ പിതാവ് അവനൊരു വസ്ത്രം എടുത്തു കൊടുത്തു. അവൻ കുളിച്ചിട്ട് ആ വസ്ത്രം ഇട്ടിട്ട് അകത്തോട്ട് കയറിയത്. നല്ല വെള്ള ഉടുപ്പാണ്. നമ്മൾ അവനോട് ചോദിക്കുക, മോനെ ഈ ഉടുപ്പ് നീ എത്ര രൂപ കൊടുത്താടാ മേടിച്ചത്? ഒന്നും ചെയ്തില്ല, ഒന്നും കൊടുത്തില്ല. പിന്നെ ഇതെങ്ങനെ ഇത്രയും നല്ല ഉടുപ്പ് കിട്ടിയത്? ഇതേ എൻ്റെ അപ്പൻ എനിക്ക് തന്നത്, ഫ്രീ ആയിട്ട് തന്നത്. ഫ്രീ ആയിട്ട് തന്നു, സത്യമായിട്ട് ഫ്രീ ആയിട്ട് തന്നതാ. ഞാൻ പന്നിക്കൂട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ എൻ്റെ അപ്പൻ എനിക്ക് ഫ്രീ ആയിട്ട് തന്നതാ. ഞാൻ അത് ഇട്ടുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയുടെ ഉടുപ്പ് അപ്പൻ ഫ്രീ ആയിട്ട് തരുന്നതാണ്. അപ്പനെ സ്നേഹിക്കുന്നവർക്ക്, യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് ദൈവം സൗജന്യമായിട്ട് തരുന്ന സമ്മാനമാണ് വിശുദ്ധി. നമ്മളത് അണിഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം മതി. നമ്മളിതൊക്കെ ഉണ്ടാക്കാൻ ഒരുപാട് കടന്ന് പരിശ്രമിക്കുമ്പോൾ നമ്മൾ തകർന്ന് തരിപ്പണമായി നിരാശരായി പോവുകയാണ്. പകരം കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് അടുത്ത് ചെല്ലുമ്പോൾ വിശുദ്ധി തനിയെ വരികയാണ്. മൂന്നാമതായിട്ട്, യേശുവിൻ്റെ സാക്ഷിയാകാനുള്ള വലിയ ഒരു കൊതി നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് ലഭിക്കുകയാണ്. യേശുവിനെ പറ്റി പറയണം, കാണുന്നവരോടൊക്കെ യേശുവിനെ പറ്റി പറയണമെന്നുള്ള വലിയൊരാഗ്രഹം. ഇന്നലെ വരെ ആരോടും യേശുവിനെ പറ്റി പറയാതിരുന്ന വ്യക്തികൾ, പറയാൻ ലജ്ജയുണ്ടായിരുന്ന വ്യക്തികൾ, മടിയുണ്ടായിരുന്ന വ്യക്തികൾ, ദൈവാനുഭവം കിട്ടിക്കഴിയുമ്പോൾ, കർത്താവിൻ്റെ തൊടൽ കിട്ടിക്കഴിയുമ്പോൾ കാണുന്നവരോടൊക്കെ കർത്താവിനെ പറ്റി പറയാണ്. ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ ഇന്നും ഓർക്കുന്നു, മാർത്തോമാ സഭയിലെ ചില കൂട്ടുകാർ എനിക്കുണ്ടായിരുന്നു, എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നവരാണ്. അവരെല്ലാ ചൊവ്വാഴ്ചകളിലും ക്രിസ്ത്യൻ മെഡിക്കൽ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയിൽ പോയി, മെഡിക്കൽ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ്. അതിൽ കത്തോലിക്കരുണ്ട്, യാക്കോബായക്കാരുണ്ട്, CSIക്കാരുണ്ട്, മാർത്തോമാക്കാരുണ്ട്. എല്ലാവരും ചേർന്ന ഒരു എക്യുമെനിക്കൽ കൂട്ടായ്മയാണ്, മനോഹരമായ കൂട്ടായ്മ. ഞാനെന്ന അനുഭവത്തിൽ വന്നിട്ടില്ല. പ്രാർത്ഥനകൾക്ക് പോകാൻ എനിക്ക് മടിയായിരുന്നു, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ ഞാൻ ഓർക്കുന്നു, അന്ന് എൻ്റെ ക്ലാസ്സിലെ യേശുവിനെ അറിഞ്ഞ മാർത്തോമാ സഭയിൽപ്പെട്ട എൻ്റെ നല്ലവരായ കൂട്ടുകാർ എന്നും എൻ്റെ പുറകെ നടക്കുമായിരുന്നു. ജോൺ പ്രാർത്ഥനയ്ക്ക് വരണം, ജോൺ പ്രാർത്ഥനയ്ക്ക് വരണം, ജോൺ ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് വരണം. എന്നിട്ട് അവർ പുസ്തകങ്ങൾ കൊണ്ടെത്തരും. അവർ യേശുവിനെ പറ്റി പറയാൻ അവർക്ക് യാതൊരു ലജ്ജയുമില്ലായിരുന്നു. യേശുവിനെ പറ്റി പറയാൻ അവർക്ക് യാതൊരു മടിയുമില്ലായിരുന്നു. അന്ന് കോളേജിലെ നല്ലവരായ ജീസസ് യൂത്ത് കുട്ടികളെ ഞാൻ ഓർക്കുകയാണ്. ഒരു ദിവസം അവരെന്നെ നിർബന്ധിച്ച് അവരുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പിടിച്ചു കൊണ്ടുപോയി ഇരുത്തി. ഞാൻ എങ്ങനെ ഇരുന്നെന്ന് എനിക്കറിയത്തില്ല, കാരണം എനിക്കൊന്ന് പ്രാർത്ഥനയോട് ഒട്ടും താല്പര്യമില്ല. പക്ഷേ അവരുടെ നിർബന്ധം സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു ദിവസം ഞാൻ പോയിരുന്നത് ഞാൻ ഓർക്കുകയാണ്. അന്ന് തന്നെ അവർ എന്നെക്കൊണ്ട് പാട്ടൊക്കെ പാടിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുകയാണ്, മെഡിക്കൽ കോളേജിൽ ഡോക്ടറാകാമെന്ന് അവരെല്ലാം ഇന്ന് വലിയ ഡോക്ടർമാരാണ്. വലിയ ഡിഗ്രികളും PG ഒക്കെ ഉള്ള, കേരളത്തിലും വിദേശത്തും അമേരിക്കയിലും പല സ്ഥലത്തുമൊക്കെ വലിയ ഡോക്ടർമാരാണ്. പക്ഷേ അവരാ പഠിത്തത്തോടൊപ്പം യേശുവിനെ പറ്റി പറയാൻ അവർക്ക് യാതൊരു ലജ്ജയും ഉണ്ടായിരുന്നില്ല. യേശുവിൻ്റെ സാക്ഷിയാകാൻ അവർക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ഞാൻ അക്രൈസ്തവനായ എൻ്റെ ഒരു സഹോദരനെ ഓർക്കുകയാണ്. അവൻ ഹിന്ദുവാണ്. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം രുചിച്ചെറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ മിക്കവാറും തന്നെ ദിവസങ്ങളിൽ വൈകുന്നേരം 4 മണിക്ക് കോളേജ് കഴിഞ്ഞാൽ റോഡിലേക്ക് ഇറങ്ങി നിന്ന് വരുന്ന വണ്ടികൾക്കൊക്കെ കൈ കാണിക്കും. അവനും അവൻ്റെ കത്തോലിക്കനായ മറ്റൊരു കൂട്ടുകാരനും കൂടെ ചെയ്യുന്നതാണ്. അവർ കൈ കാണിക്കും. ചില ബസ്സൊന്നും നിർത്തത്തില്ല, ചിലപ്പോൾ ടാങ്കർ ലോറി കൊണ്ടുവന്ന് നിർത്തും. അപ്പോൾ ഇവർ കോട്ടും സ്റ്റെതസ്കോപ്പും ഒക്കെ പിടിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ ചില ടാങ്കർ ലോറിക്കാർ അവിടെ നിർത്തും. പൈസ പോലും മേടിക്കാതെ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മുമ്പിൽ കൊണ്ട് ഇവരെ ഇറക്കും. ഇവർ നേരെ ചെന്നിട്ട് ഈ രോഗികളെ കണ്ടിട്ട് ഈശോയുടെ സ്നേഹത്തെ പറ്റിയാണ് പറയുന്നത്. ഞങ്ങൾ പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിക്കുന്നു, ഈശോയെ പറ്റി പറയുന്നു, ബൈബിളിലെ ഒരു അത്ഭുതം വായിച്ച് കേൾപ്പിക്കുന്നു, കർത്താവ് ചേട്ടനെ സുഖപ്പെടുത്തുമെന്ന് പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാക്കി കുട്ടികളൊക്കെ അവിടെ ഇരുന്ന് പഠിച്ച് തലകുത്തി മറിയുന്ന സമയത്ത് ഇവർ പഠിക്കേണ്ട സമയത്ത് പഠിക്കുകയും ചെയ്യുന്നു, യേശുവിന് കൊടുക്കേണ്ടത് യേശുവിന് കൊടുക്കുകയും ചെയ്യുന്നു. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും. ഞാൻ ഓർക്കുകയാണ്, വലിയ തീഷ്ണതയോടെ കർത്താവിനെ പറ്റി പറഞ്ഞ എൻ്റെ നല്ലവരായ ജീസസ് യൂത്തിലെ കൂട്ടുകാരെയും ഞാൻ ഈ നിമിഷം ഓർത്തു പോവുകയാണ്. ഈശോയെ സ്നേഹിക്കുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതകരമായ ഒരു കാര്യമാണ് ഈശോയെ പറ്റി പറയാനുള്ളൊരു കൊതി വരുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈശോയെ പറ്റി പറയുമ്പോൾ നമ്മൾ ത്യാഗങ്ങൾ ചെയ്യുന്നു. മറിയം 300 ദനാറ വിലയുള്ള സുഗന്ധദ്രവ്യക്കുപ്പി യേശുവിൻ്റെ പാദത്തിങ്കൽ അടിച്ചു പൊട്ടിച്ച് യേശുവിനെ അഭിഷേകം ചെയ്തു. 1 ദനാറ ഒരാളുടെ ഒരു ദിവസത്തെ ശമ്പളമാണെങ്കിൽ 300 ദനാറ എന്ന് പറയുന്നത് അവധി ദിവസങ്ങൾ കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഒരു വർഷത്തെ ശമ്പളമാണ്.
ഓർക്കണം, ഒരു വ്യക്തിയുടെ ഒരു വർഷത്തെ ശമ്പളം മുഴുവൻ കൂട്ടിവെച്ച് ഒരു സുഗന്ധദ്രവ്യ കുപ്പി, ഒരു പെർഫ്യൂം ബോട്ടിൽ വാങ്ങിച്ച് അത് കർത്താവിൻ്റെ മുമ്പിൽ അടിച്ചു പൊട്ടിച്ച് യേശുവിനെ അഭിഷേകം ചെയ്ത് സന്തോഷം കണ്ടെത്തുന്ന മറിയത്തിൻ്റെ മുഖത്ത് നോക്കി യൂദാസ് ഒരു ചോദ്യം ചോദിച്ചു, എന്തിനാണ് ഈ പാഴ്ചെലവ്? യൂദാസിന് കർത്താവിനോട് സ്നേഹമില്ലായിരുന്നതുകൊണ്ട് ഇതൊരു പാഴ്ചെലവായിരുന്നു. എന്നാൽ മറിയം യേശുവിനെ സ്നേഹിച്ചിരുന്നതിനാൽ ഇതൊരു ചെലവായിട്ട് പോലും തോന്നിയില്ല, പകരം അതൊരു ആനന്ദത്തിൻ്റെ അനുഭവമായിരുന്നു. എൻ്റെ കർത്താവിന് വേണ്ടി ഇത്രയും വിലയുള്ളത് കൊടുക്കാൻ പറ്റിയല്ലോ, ഇത്രയും വിലയുള്ളത് അടിച്ചു പൊട്ടിക്കാൻ സാധിച്ചല്ലോ. പ്രിയപ്പെട്ടവരെ, കോട്ടയം മെഡിക്കൽ കോളേജിൽ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച ഒരു വിദ്യാർത്ഥി, അവൻ MBBS കഴിഞ്ഞ് MD കഴിഞ്ഞതിന് ശേഷം വൈദികനാകാനായിട്ട് പോയി. ഇന്ന് സഭയിൽ വൈദികനാണ്. MBBS കഴിഞ്ഞ് MD കഴിഞ്ഞ് വലിയ പൈസ ഉണ്ടാക്കേണ്ട സമയത്ത്, മെഡിക്കൽ കോളേജിൽ ഒരു ലെക്ചറായിട്ട് ജോലി കിട്ടേണ്ട സമയത്ത് അദ്ദേഹം നേരെ സെമിനാരിയിലോട്ട് പോവുകയാണ്. ആൾക്കാർ ചോദിച്ചു, കുഞ്ഞെ നിനക്ക് ഭ്രാന്താണോ കുഞ്ഞെ? ഇത്രയും വലിയൊരു ഡിഗ്രി MBBS MD കയ്യിൽ വെച്ചിട്ട് നീ അച്ഛനാകാൻ പോവുകയാണോ? പ്രിയപ്പെട്ടവരെ, അവൻ പറയാണ്, ഞാനൊരു ത്യാഗം എടുത്തതായിട്ട് എനിക്ക് തോന്നിയില്ല, ഞാൻ ഒന്നും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതെൻ്റെ ആനന്ദത്തിൻ്റെ നിമിഷങ്ങളാണ്, ഇതെൻ്റെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. ത്യാഗം എടുക്കുമ്പോൾ അതൊരു ത്യാഗമാണെന്ന് പോലും തോന്നാതെ ഈശോയ്ക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യുവാൻ ഈശോയെ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് ഒരു പ്രത്യേകമായ കൃപ ലഭിക്കുന്നു. എന്തിന് ഈ പാഴ്ചെലവെന്ന് ചോദിച്ച യൂദാസിനെ ഈശോ തിരുത്തിയിട്ട് പറയുന്നു, അവളെ തടയരുത്, അവളെ തടയരുത്. കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി നമുക്ക് ഭ്രാന്താണെന്ന് കരുതുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരെ, ജീവിതം വിഡ്ഢിവേഷം കെട്ടിക്കുന്നു എന്ന് കരുതുന്നവരെ തടയരുത് എന്ന് യേശു ഉത്തരം കൊടുക്കുകയാണ്. നമ്മുടെ ജീവിതം മാറും പ്രിയപ്പെട്ടവരെ. ഒന്നും ചെയ്യേണ്ട, യേശുവിനെ സ്നേഹിക്കുക, 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 മുന്നോട്ട് പോവുക. നിങ്ങൾ കാണും, അടുത്ത വർഷം നിങ്ങൾ കാണും ഒത്തിരി മാറി, അതിൻ്റെ അടുത്ത വർഷം നിങ്ങൾ പിന്നെയും മാറി, പിന്നെയും മാറി, പിന്നെയും മാറി. നിങ്ങൾ വളരും, നിങ്ങളുടെ സ്വഭാവം മാറും, നിങ്ങളുടെ അഭിഷേകം വർദ്ധിക്കും, നിങ്ങളുടെ മഹത്വം വർദ്ധിക്കും. നിങ്ങളിലൂടെ ദൈവം അനേകരെ സ്പർശിക്കുന്ന അനുഭവം ഉണ്ടാകും. നിങ്ങൾ ഒരു അനുഗ്രഹമായി മാറും. അബ്രഹാം, ഐ വിൽ ബ്ലെസ് യു ആൻഡ് യു വിൽ ബി എ ബ്ലെസ്സിങ്. എബ്രഹാം, ഐ വിൽ ബ്ലെസ് യു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായി മാറും. ഈ വചനം നമ്മളിൽ സംഭവിക്കും. ദൈവം നമ്മളെ തൊടുന്നു, നമ്മളൊരു അനുഗ്രഹമായി മാറുകയും ചെയ്യുന്നു. നല്ല കർത്താവേ, ഒരുപാട് പരിശ്രമിച്ചിട്ടും തോറ്റുപോയ ഞങ്ങൾ, വിശുദ്ധിയിൽ നടക്കാൻ പറ്റാതെ, അനുസരണത്തിൽ നടക്കാൻ പറ്റാതെ പരാജയപ്പെട്ടു പോയി ഞങ്ങൾ ഇന്ന് രഹസ്യം മനസ്സിലാക്കുന്നു. അങ്ങയെ സ്നേഹിക്കുന്നതാണ് രഹസ്യം. അങ്ങയെ സ്നേഹിക്കുമ്പോൾ, ഹൃദയം തുറന്ന് സ്നേഹിക്കുമ്പോൾ, ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങളിൽ വിശുദ്ധിയും അനുസരണവും കടന്നു വരുന്നു. ദൈവമേ, കൃപയുടെ ഈ വചനം ഇന്ന് ഞങ്ങളിൽ മാംസം ധരിക്കാനിടയാക്കണമേ. ഞങ്ങളെ വലിയ കൃപ കൊണ്ട് നീ നിറയ്ക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.